ഗായ്സ്, നമ്മൾ ഇന്ന് ഒരു മീനെ പിടിക്കാൻ പോവുകയാണ്. കടലിലല്ല, ഇവന്റെ ടാങ്കിലാണ് മീൻ കിടക്കുന്നത്. വരൂ, മീനെ കാണാം. ഗായ്സ്, ഇത് അരാമ്പായ്മ അലകാട്ടർ എന്തൊക്കെയോ പറയുന്നു. ഈ ടാങ്ക് വൃത്തിയാക്കണം എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അതിനുവേണ്ടി നമുക്ക് ബുള്ളറ്റ് ആദ്യമേ മാറ്റണം ഇവിടുന്ന്. ബുള്ളറ്റ് ഒക്കെ തെള്ളി മാറ്റി ഇനി നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. ഇവന്റെ പേരെന്തുവാ? അല്ല, നീ പേരൊന്നും സുഗുണൻ. എന്തൊരു പേരെന്ന് ബാബു രമേശ്. കടിക്കൂ മോനെ, പല്ലിരിക്കുന്നു നോക്കടാ, മുതലേടാ രമേശ്. കണ്ട ഗൈസ്, കൈ വെച്ചിങ്ങനെ പിടിക്കാൻ കണ്ട. യോമാര് പേടിത്തൊണ്ടന്മാരാണ് ഗൈസ്, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. നമുക്ക് എന്തായാലും ഇതിന്ന് എടുത്തിട്ട് ആ ചെറിയ പെട്ടിക്കത്തിടണം. 1.5 കൊല്ലമായ മീനാണ് ഗൈസ് ഇത്. എത്ര 1 വർഷം കൊണ്ട് ഇത്ര ആയി. നമ്മള് 10-20 കൊല്ലം കൊണ്ട് ഇത്ര ആയുള്ളൂ. ആ നിൽക്കുന്ന നോക്കി ഗൈസ്. ഇനി നമുക്ക് ഇതിന്റെ വെള്ളം കളയാം ഫുള്ളായിട്ട്. എന്താണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, ടെക്നോളജി ഇത്രയൊക്കെ പുരോഗമിച്ചാൽ ഈ രീതിയാണ്, പ്രാകൃതമായ രീതിയാണ് ഉപയോഗിക്കുന്നത്. മോട്ടറൊക്കെ വെച്ച് അടിച്ചറിയുടെ വെള്ളം. ഗൈസ്, ഇത് ജുറാസിക് യുഗത്തിലുള്ള മീൻ്റെ കണക്ക് ഇരിക്കുന്നത് ഗൈസ്. പല്ലൊക്കെ നോക്കേ. ഇവൻ പറഞ്ഞത് കടിക്കുമെന്നാണ്, എന്നാലും ഫ്രണ്ട്ലിയാണ് ഗൈസ് ആള്. ഇനിയും ഞങ്ങളുമായിട്ടുള്ള പോരാട്ടത്തിൽ മീൻ തോറ്റു ഗൈസ്. ഞങ്ങൾ അവസാനം അവനെ പെട്ടിയിലാക്കി. ഇനി അവനെ പൊക്കിയെടുത്ത് പുറത്ത് വെച്ചിട്ട് ടാങ്ക് ഫുള്ള് ക്ലീൻ ആക്കണം. താഴെ ഇരിക്കുന്നെങ്കിൽ ഇവൻ വില്ലാളി വീരനാണ്, എപ്പോ വേണേലും ചാടിപ്പോവാ. അപ്പൊ നമുക്ക് ഇതിന്റെ മേളിൽ എന്തെങ്കിലും വെച്ച് കവർ ചെയ്യാം ഗൈസ്. അങ്ങനെ ടാങ്ക് ക്ലീൻ ആക്കി ഇനി നമുക്ക് മീൻ എടുത്ത്, നമ്മൾ മീനെ ഇടുന്നതിന് മുമ്പ് ഇതിൽ പഴയ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, അത് കളയണം. അരി ഊറ്റി നടക്കുന്നു, കളയണം വെള്ളം. ഞാൻ പുറമോട്ട് നാറിയ പൊക്കിയെടുത്തിടൽ നടക്കത്തില്ല ഗൈസ്. നമുക്കപ്പൊ പെട്ടിയോടെ തന്നെ എടുത്ത് അതിനകത്തോട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ ടാങ്ക് ഒക്കെ വൃത്തിയാക്കി തിരിച്ചവനെ അതിലേക്ക് തന്നെ വിട്ടിരിക്കുകയാണ്. ഇനി അവൻ സുഖമായിട്ട് ജീവിക്കട്ടെ ഗൈസ്.